ഹലോ വെൽക്കം. ഈ സോഫ്റ്റ്വെയറിന്റെ പേര് സിമ്പിൾ ഇൻവോയ്സ് എന്നാണ്. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. ഇതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട് ഇന്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. അതിൽ ഫസ്റ്റ് വന്നത് സെയിൽസ് ആയിരിക്കും, പിന്നെ ന്യൂ ഇൻവോയ്സ്, പിന്നെ കസ്റ്റമർ സപ്ലയേഴ്സ്, പ്രൊഡക്ട്സ്, സർവീസസ്. ആദ്യമായിട്ട് നമ്മളൊരു സെയിൽസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് എടുക്കണം. അവിടെ ന്യൂ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ പ്രൊഡക്റ്റിന്റെ പേര് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനൊരു പേര് ആഡ് ചെയ്യുന്നു. അതുപോലെ അതിന്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും മെഷർമെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. കോഡ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ കാറ്റഗറി. കാറ്റഗറി നമുക്ക് ഇവിടെ ഇല്ലാത്ത ഉണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം ഇതേപോലെ. ഇല്ലെങ്കിൽ നമ്മൾ ഈ കാറ്റഗറി എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട് ഇവിടെ. ഇവിടെ പോയിട്ട് ന്യൂ കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്താൽ മതി കാറ്റഗറി. അതുപോലെ യൂണിറ്റ് മെഷർമെന്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യാം. പീസ് ആഡ് ചെയ്യാം. പിന്നെ ഇവിടെ വാറ്റ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. 5% ആയി 5%, ഇവിടെ 10% ആയതുകൊണ്ട് 10% സെലക്ട് ചെയ്യും. എന്നിട്ട് ഇത് സ്റ്റോക്ക് കൺട്രോളിംഗ് ആയിട്ടുള്ള ഐറ്റം ആണെങ്കിൽ ഇവിടെ കൺട്രോൾ ദിസ് ഐറ്റം വന്നിട്ടുള്ളത് ടിക്ക് ചെയ്യണം. അങ്ങനെ ഇൻവെന്ററിയിൽ നമ്മൾ കീപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ അൺടിക്ക് ചെയ്തിട്ട് സേവ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇത് പ്രൊഡക്റ്റ് ആണോ സർവീസ് ആണ്, ഈ ഐറ്റം പ്രൊഡക്റ്റ് ആയിട്ടാണോ സേവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സർവീസ് ആയിട്ടാണോ സേവ് ചെയ്യേണ്ടത്, ഇവിടെ രണ്ട് രീതിയിൽ സെലക്ഷൻ ഉണ്ട്. പിന്നെ ഈ ഐറ്റം എവിടെയൊക്കെ അത് വിസിബിൾ ആയിരിക്കണം എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. സെയിൽസിൽ വേണോ, പർച്ചേസിൽ വേണോ, അല്ലെങ്കിൽ ഇന്നാക്റ്റീവ് ആയിട്ട് ഇടണമെങ്കിൽ ഇന്നാക്റ്റീവ് ആയിട്ട് മൊത്തത്തിൽ കാണിക്കില്ല അവിടെ. അതുപോലെയാണ്. പിന്നെ നമുക്കൊരു സപ്ലയർ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണെങ്കിൽ ഒരു സപ്ലയർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ആ സപ്ലയർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും അത് പർച്ചേസ് ആവുന്നത്. പിന്നെ ഈ ഐറ്റത്തിന് തന്നെ നമുക്ക് മൂന്ന് പ്രൈസ് ആഡ് ചെയ്യാൻ പറ്റും. സെല് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു മാക്സിമം ഏറ്റവും മിനിമം ആയിട്ടുള്ള പ്രൈസ് ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ 15 റംസ് ഇടുകയാണെങ്കിൽ അതിന്റെ 10% ടാക്സ് വന്നിട്ട് ഇവിടെ കാണിക്കും ഇവിടെ. ഇനി സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐറ്റം ഇവിടെ ഇതുപോലെ ക്രിയേറ്റ് ആവും. ഇതിൽ മാൻഡേറ്ററി ആയിട്ട് ആഡ് ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളാണ്. ഇതിൽ പിന്നെ ഐറ്റം കോഡ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ആണ് അടുത്തത് വരുന്നത്. പർച്ചേസ് ചെയ്തില്ലെങ്കിലും അത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. നെഗറ്റീവിലായിരിക്കും കാണിക്കുന്നത്. ഇപ്പൊ ഈ റെഡ് ആയിട്ട് കാണിക്കുന്നുണ്ടോ, ഇതൊരു ഐറ്റംസിന്റെ ഇൻവെന്ററി കൗണ്ട് ആണ്, എത്ര ബാലൻസ് ആയിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടെന്നുള്ളത്. നെഗറ്റീവിൽ ആയതുകൊണ്ടാണ് അത് അങ്ങനെ കാണിക്കുന്നത്, കുറഞ്ഞിരിക്കുന്നത് റെഡിൽ. ഫോർ എക്സാമ്പിൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് കാണിക്കുന്നത്. സോറി, സ്റ്റോക്കിലൂടെ കണ്ട നെഗറ്റീവ് ആയിട്ടുള്ള സീറോ ആയിട്ടിരിക്കുന്ന ഐറ്റംസും നെഗറ്റീവിൽ പോയിക്കുന്ന ഐറ്റംസും ആണ് കാണിക്കുന്നത്. ഇത് സ്റ്റോക്ക് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് 15 ഇങ്ങനെ കാണിക്കുന്നത്. നമുക്ക് ഇവിടെ ഒറ്റയടിക്ക് തന്നെ നോക്കാം നമ്മുടെ ഏറ്റവും ഷോർട്ടേജ് ഉള്ള ഐറ്റംസ് ഏതൊക്കെയാണ് ലിസ്റ്റ്. ഇനി പർച്ചേസ് സെക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ പർച്ചേസ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ പർച്ചേസ് ഇൻവോയ്സ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് ഒരാളെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഫോൾഡർ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ക്ലിക്ക് ചെയ്യാം. സപ്ലയർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ന്യൂ ചെയ്യുക. സപ്ലയർ ഡീറ്റെയിൽസ് ഒക്കെ കൂടെ കൊടുക്കുക. നെയിം, അഡ്രസ്സ്, കാര്യങ്ങൾ, ടാക്സ് നമ്പർ, അതുപോലെ കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്തിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ലിസ്റ്റഡ് ആയിട്ട് വരും. അപ്പോൾ അവരെ നമുക്ക് ഇതേപോലെ ഇപ്പോൾ ഒരാളെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഫിൽറ്റർ എടുക്കാം. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ അബു എന്ന് അടിക്കുകയാണെങ്കിൽ അബു എന്നുള്ള എല്ലാ പേരുകളും ഇവിടെ ലിസ്റ്റഡ് ആയിട്ട് വരും. എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് ഇവിടെ സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആൾ ആഡ് ഓട്ടോമാറ്റിക് ആയിട്ട് ആളോട് ആഡോ. അത് കഴിഞ്ഞിട്ട് ഒരു ഐറ്റം ആഡ് ചെയ്യാനാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഐറ്റം ടൈപ്പ് ചെയ്യാൻ പറ്റും. ഐറ്റത്തിന്റെ പേര് ഇവിടെ അടിക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉള്ളതുകൊണ്ട് സിസ്റ്റം ഇത്തിരി ഇത് 1,00,000 മേലെ ഐറ്റംസ് ഉണ്ട് ഇതിൽ ഡാറ്റാബേസിൽ. അല്ലെങ്കിൽ ഇവിടെ ആഡ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഐറ്റത്തിന്റെ പേര് അടിക്കാം. ഇപ്പൊ എന്തെങ്കിലും സാധനം അടിക്കുകയാണെങ്കിൽ ഇതേപോലെ അത് വരും. അതിൽ ക്വാണ്ടിറ്റി നമ്മൾ ഒന്നുകൂടെ കൊടുക്കണം. എന്നിട്ട് പ്രൈസ് എത്രയാണെന്ന് ഓട്ടോമാറ്റിക് നമ്മൾ കൊടുത്തേക്കണം സെലക്ട് ആയിട്ട് വരും. ഇല്ലാത്ത പക്ഷെ നമുക്ക് പ്രൈസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ സമയത്ത് ചേഞ്ച് ചെയ്തിട്ട് ഓഫ് കൊടുക്കാം. അപ്പോൾ ഐറ്റം ഇവിടെ ആഡ് ആവും. അതേപോലെ എത്ര ഐറ്റംസ് ഉണ്ടോ ആ പർച്ചേസ് ഇൻവോയ്സിൽ അതെല്ലാം ഇതിൽ ആഡ് ചെയ്യാം. അതിന്റെ പർച്ചേസ് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള പുതിയ പർച്ചേസ് ആഡ് ചെയ്തിട്ട് ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പർച്ചേസ് ആയി വരും. ബ്ലാങ്ക് ആയിട്ട് വന്നത് ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ലൈൻ ഏതെങ്കിലും പറയുകയാണെങ്കിൽ ഇതുപോലെ ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പേയ്മെന്റ് ക്യാഷ് ആണ്. സെയിൽസ് പേഴ്സൺ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെയിൽസ് പേഴ്സന്റെ പേര് ഇവിടെ ആഡ് ചെയ്യുക. അതുപോലെ സപ്ലയർ ഇൻവോയ്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. എന്നിട്ട് സേവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സേവ് ആയി കിടക്കും. അപ്പൊ നമ്മളിവിടെ ബാലൻസ് എന്ന് കാണിക്കുന്നത് നമ്മളെ പേയ്മെന്റ് ചെയ്തിട്ടില്ല എന്ന് അർത്ഥം.
പർച്ചേസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ സപ്ലയർക്ക് നമുക്ക് പേയ്മെന്റ് ചെയ്തിട്ടില്ല. പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പേയ്മെന്റ്സ് എന്ന സെക്ഷൻ ഉണ്ട്. ഇവിടെ പോയിട്ട് ആ ഇൻവോയ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പേയ്മെന്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ പാർഷ്യൽ പേയ്മെന്റ് അടക്കണമെങ്കിൽ 5 കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 5 ബാക്കി ബാലൻസ് എത്രയും കൂടെ കാണിക്കും. അതൊരു സെമി ആയിട്ട് ഇങ്ങനെ ഒരു ഇതാണ്. ഇപ്പൊ പെയ്ഡ് ആയിട്ടുള്ളതൊക്കെ ഗ്രീൻ ആയിട്ട് സെറ്റിൽ ആയിട്ടുണ്ട്. പെയ്ഡ് അല്ലാത്തത് ഇപ്പൊ സോർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഡേറ്റ് വൈസ് ആണ് കേട്ടോ. ഡേറ്റ് വൈസ് കൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സോർട്ട് ആവും അനുസരിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ഉള്ള സോർട്ട് ആവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ ഫുൾ ആയിട്ട് സെറ്റിൽ ആവണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക. പേ ഇൻ ഫുൾ അടിച്ചിട്ട് സേവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സേവ് ആവും. അപ്പൊ ഇതേപോലെ അത് ഫുള്ളി പെയ്ഡ് ആയിട്ടുള്ള പർച്ചേസ് ഇൻവോയ്സ് ആയിട്ട് മാറി. അല്ലാത്ത പക്ഷേ ഇതേപോലെ ക്രെഡിറ്റിൽ ഇങ്ങനെ കിടക്കും. അപ്പൊ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് അത് പേയ്മെന്റ് എന്താണെന്ന് പറഞ്ഞാൽ അതിന്റെ പാർഷ്യലായിട്ട് എത്ര പേയ്മെന്റ് വേണമെങ്കിലും ഇവിടെ ചെയ്യാം. അഡീഷണൽ ആയിട്ടുള്ള നോട്ടുകൾ കാര്യങ്ങളോട് ആഡ് ചെയ്യാൻ പറ്റും. മെസ്സേജസ് എന്തെങ്കിലും ആഡ് ചെയ്തിടാൻ പറ്റും. അതേപോലെ പർച്ചേസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താലും അത് ഓപ്പൺ ആയി വരും. അപ്പൊ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഇവിടെ എഡിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ സെലക്ട് ആയിരിക്കുന്ന സമയത്ത് പ്രിന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പ്രിന്റ് പ്രിവ്യൂ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതെങ്ങനെ പ്രിന്റ് ആയിട്ട് വരും എന്നുള്ളത് കാണിക്കാം. ഇതൊരു ഡോട്ട് മെട്രിക്സ് പ്രിന്ററിന് വേണ്ടി ചെയ്തേക്കണം പ്രിവ്യൂ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഹെഡർ ഫൂട്ടർ എന്നതിൽ വരില്ല. നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. കസ്റ്റമറിന് ഓൾറെഡി ഉണ്ട് അത് അവർക്ക് ടെംപ്ലേറ്റ്. ഇതേപോലെയുള്ള ഫീൽഡുകളെല്ലാം വരും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് തരാം. ഇതാണ് പർച്ചേസ് ഇൻവോയ്സിന്റെ സെക്ഷൻ. സെയിം തന്നെയാണ് ഇൻവോയ്സ് വന്നത്. ഇപ്പൊ സെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തിട്ടേക്കുന്ന ഇൻവോയ്സുകളെല്ലാം ഈ കാണിക്കുന്നത് ഫ്രണ്ടിൽ തന്നെ. ഈ ഫ്രണ്ട് വിൻഡോയിൽ തന്നെ ഫുൾ ആയിട്ട് ഡേറ്റ് വൈസ് ആയിട്ട് ഇങ്ങനെ അടിയിലോട്ട് കണ്ടുകൊണ്ടിരിക്കും. നമുക്ക് എല്ലാം എത്ര നാളത്തേക്ക് ഉണ്ട് അത്ര നാളത്തേക്ക് ഉള്ള ഇൻവോയ്സുകൾ. ഇത് 2018 തൊട്ടുള്ള ഉണ്ടാവും ഇൻവോയ്സിൽ. ന്യൂ ഇൻവോയ്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള പോലെ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഓൾറെഡി നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് ക്ലിക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇവിടെ പ്ലസ് സൈൻ ചെയ്തിട്ട് പുതിയ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പുതിയ കസ്റ്റമറെ ഇതുപോലെ രണ്ടായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യണ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന് സപ്ലയർ ആയിട്ട് ചെയ്യാനായിട്ട് ഡബിൾ ക്ലിക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സപ്ലയർ ആയിട്ട് ക്രിയേറ്റ് ആവും. രണ്ടും ചെയ്യാം. നമുക്ക് അതിൽ വാങ്ങുകയും ചെയ്യാം വിൽക്കുകയും ചെയ്യാം. ഇത് ഉള്ള കസ്റ്റമർ പേര് കാര്യങ്ങളൊക്കെ കൊടുക്കുക, ടാക്സ് നമ്പർ കൊടുക്കുക, കാറ്റഗറി കസ്റ്റമർക്ക് ഇപ്പോൾ പ്രത്യേകം എന്തെങ്കിലും കാറ്റഗറി ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അതുപോലെ കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ കൊടുക്കാം. ഇപ്പൊ കസ്റ്റമറിന് ഒരു വാറ്റ് ഐ ഡി നമ്പർ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ ടി എൻ എന്ന് പറഞ്ഞിട്ട് ടി ആർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ വാറ്റ് ഐ ഡിന്റെ അഡ്രസ്സിന്റെ പുറകെ തന്നെ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിൽ ആ വാറ്റ് നമ്പർ കൊടുക്കാം. അപ്പൊ ഇൻവോയ്സിൽ അത് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇതേപോലെ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ചിലതിലൊന്നും ഇത് ബഹ്റൈൻ കസ്റ്റമറിനോട് കൊടുത്തേക്കണതാണ്. ചിലതിലൊന്നും വാറ്റ് ഐ ഡി ആഡ് ചെയ്തിട്ടില്ല. ഇനി ഐറ്റം ആഡ് ചെയ്യാനായിട്ട് ആഡ് ഐറ്റം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏതാണോ ഐറ്റം ഇവിടെ സെർച്ച് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് കൂടെ വരും. പ്രൈസ് ഇപ്പൊ ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഇതിനിങ്ങനെ വന്നത്. അപ്പൊ നമ്മൾ എത്ര ക്വാണ്ടിറ്റി ആണോ ഇപ്പൊ 2 ക്വാണ്ടിറ്റി ആണെങ്കിൽ 2 ക്വാണ്ടിറ്റി ആഡ് ചെയ്യാം. അല്ലെങ്കിൽ സർവീസ് ആണെങ്കിൽ സർവീസ് ആയിട്ട് എടുക്കാം, 1 ആഡ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് ഇതിന്റെ പ്രൈസ് എഡിറ്റ് ചെയ്യാൻ പറ്റും. യൂണിറ്റ് പ്രൈസിനവിടെ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഒരു 25 ദറംസ് ആണെങ്കിൽ 25 ദറംസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി 10% വാറ്റാണ് എടുത്ത് 2 ഇൻറ്റു 50 വന്ന് 50യുടെ 5 ടാക്സ് ആയിട്ട് വന്നു. അപ്പൊ ടോട്ടൽ ബാലൻസ് 55 ആയിട്ട് കാണിക്കും. ഇത് സെയിം കസ്റ്റമർ തന്നെ ബാലൻസ് പ്രീവിയസ് ആയിട്ട് ബാലൻസ് പെൻഡിങ് കിടക്കണമെങ്കിൽ ആ എമൗണ്ട് ഇവിടെ കാണിക്കുകയും ചെയ്യും. അതേപോലെ എന്നിട്ട് നമുക്ക് സേവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രിന്റ് ചോദിക്കും നമ്മുടെ അടുത്ത്. പ്രീവ്യൂ ആക്കിയിട്ടുണ്ടെങ്കിൽ പ്രിന്റ് പ്രിവ്യൂ ആണ് ഈ വന്നേക്കുന്നത്. അത് A4 സൈസിലുള്ള പ്രിന്റ് പ്രിവ്യൂ ആണ് ഇപ്പൊ കാണിക്കുന്നത്. വാറ്റ് എത്ര ശതമാനം, വാറ്റ് എത്ര ഇത് ചെയ്തേക്കണത്, അല്ലെങ്കിൽ യൂണിറ്റ് പ്രൈസ് ഇത് പറഞ്ഞിട്ടുള്ള ഇത് കാണിച്ചിട്ടുള്ളത് വരും. ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ട ഇവിടെ ബാലൻസ് ആയിട്ട് കിടക്കുന്നത് ഇത്ര എമൗണ്ട് ആണ്. അതിൽ ഇപ്പൊ ഇവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ഓർഡർ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പർച്ചേസ് ഓർഡർ നമ്പർ ഇവിടെ കൊടുക്കാം ആ ഇൻവോയ്സിൽ. അതുപോലെ ഏത് ടൈപ്പ് പേയ്മെന്റ് ആണ് അവിടെ എടുക്കുന്നത്. ഇപ്പൊ ക്യാഷ് ആണെങ്കിൽ ക്യാഷ് പേയ്മെന്റ് എടുക്കാം, സെയിൽസ്മാൻ ഉണ്ട് സെയിൽസ്മാൻ സെലക്ട് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഒരു മെത്തേഡ്. പിന്നെ കസ്റ്റമർ സപ്ലയർ ഒക്കെ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിടാം ഈ ലിസ്റ്റിൽ. അതുപോലെ പർച്ചേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് ഇതേപോലെ തന്നെയാണ്. ന്യൂ പ്രൊഡക്റ്റ് കൊടുക്കുക, ഇവിടെ ക്രിയേറ്റ് ചെയ്യണം മെത്തേഡ്. ഇത് പിന്നെ ഒരു എക്സ്പെൻസ് ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു സെക്ഷൻ കൂടി ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലും നമുക്ക് ബില്ലുകളാ, കറണ്ട് ബില്ലോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഷോപ്പിന്റെ എക്സ്പെൻസ് ഒക്കെ ഇതിനായിട്ട് പ്ലസ് സൈൻ നോക്കിയിട്ട് ഇവിടെ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ അവിടെ ഞാൻ ഈ കാറ്റഗറി സെക്ഷനിൽ തന്നെയാണ് ആ കാറ്റഗറി ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ആ ക്രിയേറ്റ് ചെയ്തേക്കുന്ന കാറ്റഗറി ഇവിടെ സെലക്ട് ചെയ്യാം.
ഏത് ടൈപ്പ് ഓഫ് മെത്തേഡാണ്, ഇപ്പോൾ ക്രെഡിറ്റ് ആണോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടാണോ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുക പെയ്ഡ് ബൈ ഹൂം എന്നുള്ളത്. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ, ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക് വന്നോളൂ. എത്ര എമൗണ്ട് ആണ് ആ സമയത്ത് പേ ചെയ്തത്, പിന്നെ എത്ര വാറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ടോട്ടൽ കൂടെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ആര് ത്രൂ ആണോ ക്യാഷ് കിട്ടിയത് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അതിൽ ആഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ ഇപ്പോൾ അത് ഫോർ എക്സാമ്പിൾ ആണ് സാലറി ഫോർ 2 സ്റ്റാഫ് മാർച്ച് 2024 അങ്ങനെ ആഡ് ചെയ്തിട്ട് ഇവർ ആഡ് ചെയ്തേക്കുന്നതാണ് സാലറി എന്ന് വന്നിട്ട്. അത് ഇതേപോലെ ആഡ് ചെയ്ത് നിൽക്കും. പിന്നെ അതുപോലെ റിപ്പോർട്ട് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ഏത് രീതിയിലും നിങ്ങൾക്ക് കസ്റ്റം ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ എടുക്കാൻ പറ്റും. ഡെയിലി റിപ്പോർട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇന്റർവെൽ കൊടുക്കാം. എന്നോട്ടുള്ള റിപ്പോർട്ടാണ് വേണ്ടത്. ഇപ്പോൾ 29th ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. ഒരു ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ക്രിയേറ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ 28 കൊടുത്തിട്ട് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ടെങ്കിൽ വേണം നേരത്തെ അടിച്ച ആ ഇൻവോയ്സ് ആണ് വന്നത്. ഡെയിലി സെയിൽസിന്റെ ആ ഇൻവോയ്സ് വരും. ആ പ്രിന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ ഡെയിലി റിപ്പോർട്ട് പോലെ അന്നത്തെ ഫുൾ ഇൻവോയ്സുകളും വരും. സെയിം തന്നെ നിങ്ങൾക്ക് മന്ത്ലി റിപ്പോർട്ട് വന്നിട്ട് ഉള്ളതിൽ എടുക്കാം. മന്ത്ലി റിപ്പോർട്ട് ആകുമ്പോൾ ഒരേ മന്ത്ലി വൈസ് ആയിട്ട് നവംബറിൽ ഇൻവോയ്സ് 1 ഇത് ഇത്ര എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഫുൾ റേഞ്ച് റിപ്പോർട്ടും കിട്ടും. എത്ര വാറ്റ് കളക്ട് ആയിട്ടുണ്ട്, ടോട്ടൽ വാറ്റ് എത്രയാണെന്നുള്ളത് അനുസരിച്ച്. സെയിൽസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതേ മെത്തേഡ് തന്നെയാണ്. പിന്നെ ഇൻവോയ്സ് നമ്പർ വൈസ് ആയിട്ടുള്ള റിപ്പോർട്ട് കിട്ടും. പിന്നെ ഐറ്റം വൈസ് ആയിട്ടുള്ളത് കാറ്റഗറി വൈസ് ആയിട്ട് സോർട്ട് ചെയ്തിട്ട് റിപ്പോർട്ട് എടുക്കാം. പിന്നെ കസ്റ്റമർ വൈസ് ആയിട്ട് ഇവിടെ ഈ കാണിക്കുന്ന ഈ സെക്ഷൻസ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡുകളാണ്. അതിൽ എന്തൊക്കെ കോളംസ് കാണിക്കണം എന്നുള്ളത് ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വരും. പിന്നെ സെയിൽസ്മാന്, സെയിൽസ് ഐറ്റംസ്, പിന്നെ പ്രോഫിറ്റ്. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ള വേരിയേഷൻ വെച്ചിട്ട് നമുക്ക് എത്ര പ്രോഫിറ്റും ലാഭം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് കാണിക്കാനായിട്ടുള്ളതാണ്. ഇപ്പൊ 3 കോസ്റ്റ് കണ്ട ഇത്ര പ്രോഫിറ്റ് ഉണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ ഇൻവെന്ററി റിപ്പോർട്ട്. ഇപ്പൊ നമ്മുടെ കറണ്ടിൽ എന്തൊക്കെ സ്റ്റോക്ക് ഇരിക്കണമെന്നുള്ളത് ഈ പറഞ്ഞ ഡേറ്റിനനുസരിച്ചായിരിക്കും അത് വന്നത്. ഇപ്പൊ ഞാൻ 28-25 ആണ് ഇത്. ഈ ഡാറ്റാബേസ് ഇപ്പൊ കുറെ നാളായിട്ട് അവർ ബ്രേക്ക് ഡൗൺ ചെയ്യാതെ വെച്ചേക്കൊണ്ട് നല്ല ലോഡ് ഉണ്ടാവും ഈ ഡാറ്റാബേസിന്. പിന്നെ വന്നത് അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എല്ലാം ഇതിലുണ്ട്. അതുപോലെയുള്ള റിപ്പോർട്ടുകളിൽ ഡിസ്പ്ലേ ആയിട്ട് കാണും. എത്ര പെർസെന്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉള്ള ഷീറ്റ് ഒക്കെ കാണിക്കുന്നത്. ഇതുപോലെ അല്ലെങ്കിൽ റിപ്പോർട്ട് എടുത്തിട്ട് പ്രിന്റ് ചെയ്ത് വെക്കാനും പറ്റും. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഡെമോ. സെയിൽസിൽ കയറണമെങ്കിൽ കറന്റ് ലിസ്റ്റ് നടന്ന എല്ലാ സെയിൽസും ഇവിടെ ലിസ്റ്റ് ഔട്ട് ആയിട്ട് കാണിക്കണം. ഒരേ ഇൻവോയ്സ് വൈസ് ആയിട്ട് ഇൻവോയ്സ് നമ്പറിന്റെ രീതിയിൽ നമുക്ക് ഡേറ്റ് വൈസ് ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ് വൈസ് ആയിട്ട് സോർട്ട് ആയിട്ടാണ്. അതുപോലെ നമുക്ക് കൊട്ടേഷൻ അടിക്കാനും ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ന്യൂ കൊട്ടേഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്ത് അതേ മെത്തേഡിൽ തന്നെ കൊട്ടേഷൻ ആയിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇൻവോയ്സും കൊട്ടേഷനായിട്ട്. ഇവിടെ ഇൻവോയ്സ് മാത്രമേ കസ്റ്റമർ അടിച്ചിട്ടുള്ളൂ. ഇൻവോയ്സും കൊട്ടേഷനായിട്ട് ഡിവൈഡ് ആയി കാണിക്കും. അതുപോലെ റെസീപ്റ്റ് കൊടുക്കാനാണ് ആർക്കെങ്കിലും റെസീപ്റ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ആ രീതിയിലും റെസീപ്റ്റ് കൊടുക്കാൻ പറ്റും. സെയിം മെത്തേഡ് തന്നെയാണ് എൻ്റർ ചെയ്യേണ്ടത്. അതുപോലെ പെർഫോം ഇൻവോയ്സും ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഇപ്പൊ ഏതെങ്കിലും നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഇൻവോയ്സ് പ്രിന്റ് ചെയ്യാനാണെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് പ്രിന്റ് അടിച്ചിട്ട് പ്രിന്റ് ബട്ടൺ ഞെക്കാം. എന്നിട്ട് സേവ് ടു PDF ആയിട്ട് ചെയ്യാം, പ്രിന്റ് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. പ്രിവ്യൂ ഞെക്കിയിട്ടുണ്ടെങ്കിൽ പ്രിവ്യൂ വരെയും ചെയ്യും. ഇത്രയുള്ള ഈ സോഫ്റ്റ്വെയറിന്റെ ഡെമോ. ഇത് സിമ്പിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. പിന്നെ ഇതിന്റെ ഹെഡർ കാര്യങ്ങളൊക്കെ വന്നത്